Hi and welcome to the new video on electric drives. In this video, I'll be discussing about trapezoidal PMAC drives or brushless DC motor drives. Okay, so we already permanent magnet AC drives in the classification statorly inducing the voltage in the shape and sinusoidal type, trapezoidal type, sinusoidal lecture discuss discussion with trapezoidal PMAC drives. അതിനെ തന്നെ വിളിക്കുന്ന വേറൊരു പേരാണ് ബ്രഷ്ലെസ് DC motor drives. അപ്പോൾ ആദ്യം ട്രപ്പിസോഡിൽ എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. With the help of construction, then voltage and current waveforms, then ഒരു പെർട്ടിക്കുലർ അപ്ലിക്കേഷൻ വെച്ചിട്ട് അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം വെച്ച് പറയാം. ആദ്യം അതിൻ്റെ ഒരു കൺസ്ട്രക്ഷനും എങ്ങനെയാണ് അതിൻ്റെ വോൾട്ടേജ് വേവ് ഫോം എന്നാണ് ആദ്യം പറയുന്നത്. ദെൻ ഒരു സെർവോ അപ്ലിക്കേഷൻ വെച്ചിട്ടുള്ള കേസിൽ സർക്യൂട്ട് വെച്ചിട്ട് ഒന്നുകൂടിയും എക്സ്പ്ലെയിൻ ചെയ്യാം വിത്ത് ദ ഹെൽപ്പ് ഓഫ് കറണ്ട് പൾസസ്. ഓക്കെ, അതിലെ ഓപ്പറേഷൻ എങ്ങനെയാണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. പിന്നെ അതിൽ എന്തുകൊണ്ടാണ് അതിനെ ബ്രഷ്ലെസ് DC മോട്ടോർ ഡ്രൈവ് എന്ന് വിളിക്കുന്നത് പറയാം. പിന്നെ ഒരു ലോക്കോസ് ബ്രഷ്ലെസ് DC ഡ്രൈവ് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഫൈനലി ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും അപ്ലിക്കേഷനും ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങളിലേക്ക് വരാം. മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ പറയുക, പെർമനന്റ് മാഗ്നറ്റ് റോട്ടറാണ് ഉണ്ടാവുക, അതിന് തന്നെ വൈഡ് പോളാർക്ക് ഉള്ളതാണ് ഉണ്ടാവുക എന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പം ഇവിടെ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് ഒരു ക്രോസ് സെക്ഷൻ ആണ്. ഇതെന്ന് പറയുന്നത് ഒരു 3 phase 2 pole ട്രപ്പിസോയിഡൽ പെർമനന്റ് മാഗ്നറ്റ് AC മോട്ടറാണ്. 3 phases ഉണ്ട്. ആ ഫേസസ് ABC ആണ്. ABC എന്നുള്ള രീതിയിലാണ് 2 പോളാണുള്ളത്. അപ്പോൾ അത് എന്തായാലും ഒരു നോർത്തും ഒരു സൗത്തും. അപ്പോൾ വൈഡ് പോളാർക്കാണ്. ഇത് സൗത്ത്, ഇത് നോർത്ത്, ആസ് യു ക്യാൻ സി. ഓക്കെ, പിന്നെ ഓക്കെ, ഇപ്പോൾ അതാണ് ഇവിടെ കാണുന്നത്. ആൻഡ് ദ സ്റ്റേറ്റർ ഹാസ് 3 കോൺസെൻട്രേറ്റർ ഫേസ് വൈൻഡിങ്സ്. ഇപ്പോൾ നമുക്കറിയാം സ്റ്റേറ്ററിന് 3 വൈൻഡിങ്സ് ആണ്, കോൺസെൻട്രേറ്റർ വൈൻഡിങ് ആണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ABC എന്നുള്ള രീതിയിലാണ് നെയിം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കണ്ടക്ടേഴ്സ് അപ്പറും ലോവറും ആയിട്ടാണ് കിടക്കുന്നുണ്ടാവുക എന്നുള്ളതൊക്കെ നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. ഇപ്പോൾ ഇതിലിപ്പോൾ മൊത്തം 3 വരുന്നത്. അതിൻ്റെ 2 സെറ്റ് കണ്ടക്ടേഴ്സ് ഉണ്ടാവുമല്ലോ, ഒന്ന് എൻട്രിയും ഒന്ന് എക്സിറ്റും എന്നുള്ള രീതിയിൽ. ഇപ്പോൾ അതിനെ ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് മൊത്തം 6 സെറ്റ് വരും. ഇപ്പോൾ 6 സെറ്റ് ഇവിടെ തൽക്കാലം ഒരു സെറ്റിൽ 1 2 3 4 5 6 എണ്ണം എന്നുള്ള രീതിയിലാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ കുറച്ചും കൂടി എക്സ്പ്ലനേഷൻ എളുപ്പം ആകും ഇതിൽ. അപ്പോൾ 6 വെച്ചിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ മൊത്തം 360 ഡിഗ്രി ആണ് നമുക്കറിയാം. ഇപ്പോൾ ഒരു 60 ഡിഗ്രി ഡ്യൂറേഷനിൽ ഒരു ഹാഫ് കിടക്കുന്നുണ്ടാവും. ഇപ്പോൾ എ എന്നുള്ള ഫേസ് എടുക്കുകയാണെങ്കിൽ ഒരു 60 ഡിഗ്രിയിലൂടെ എ കിടക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് അതിൻ്റെ ബോട്ടം കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ ലീവ് ചെയ്യുന്ന കേസ് ഇവിടെ കിടക്കുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ ബിക്കും സിക്കും ഒക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ, അതായത് ദേ ആർ ഡിസ്പ്ലേസ്ഡ് ബൈ 120 ഡിഗ്രി ആൻഡ് ഈച്ച് ഫേസ് വൈൻഡിങ് സ്പേസസ് 60 ഡിഗ്രി ഓൺ ഈച്ച് സൈഡ്. അതാണ് ഉദ്ദേശിച്ചത്, ഈച്ച് സൈഡ്. ഇപ്പോൾ ഇതിപ്പോൾ സിയിലാണ് കാണിച്ചിട്ടുള്ളത്. ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയാലോ. ഓക്കെ, അപ്പോൾ ഇതുകൂടെ ഡോട്ടും ഇവിടെ ക്രോസ് ആയിട്ട് കാണിച്ചിട്ടുള്ളത് എൻട്രിയും എക്സിറ്റും എന്നുള്ള രീതിയിൽ. അപ്പോൾ അതേപോലെ എല്ലാ സെറ്റ് കണ്ടക്ടേഴ്സ് ഇപ്പോൾ എന്തായാലും ഓരോന്നും 60 ഡിഗ്രിയിലാണ് അത് അവിടെ എക്സ്പാൻഡ് ചെയ്ത് കിടക്കുന്നത്. ആൻഡ് ദ വോൾട്ടേജസ് ഇൻഡ്യൂസ്ഡ്. ഇപ്പോൾ ഈ ഒരു കേസിൽ ഈ ഒരു അറേഞ്ച്മെന്റ് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ആ ട്രപ്പിസോയിഡൽ വോൾട്ടേജ് വരുന്നത് എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ അതാണ് ഇവിടെ പറയേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് നമുക്ക് അതിലേക്ക് വരാം. ഇപ്പോൾ ദ പെർമനന്റ് മാഗ്നറ്റ് റോട്ടർ വിത്ത് വൈഡ് പോളാർ, then stator has 3 concentrator phase windings which are displaced by 120 degree and each phase winding spans 60 degree on each side. അതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കാണാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി ഇതിൻ്റെ വോൾട്ടേജിലേക്ക് വരാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ വോൾട്ടേജ് വേവ് ഫോം നോക്കുക, അതേപോലെ അത് എങ്ങനെയാണ് കിട്ടിയത് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തൽക്കാലം നമുക്ക് എ ടൈപ്പിനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ എ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഇതാണ് നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേഷൻ നമുക്കറിയാം. അപ്പോൾ ഇവിടെ തീറ്റ ഡയറക്ഷനൊക്കെ കാണിച്ചിട്ടുണ്ട്, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഈ എനെയാണ് തൽക്കാലം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ എയുടെ ഒരു പോർഷൻ ഇവിടെ ഉണ്ട്, നമുക്കിവിടെ കാണാം. എയുടെ ഒരു ഹാഫ് ഇവിടെ ഉണ്ട്, പിന്നെ അടുത്ത ഹാഫ് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് A' ഇവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ CD ആണ് മാർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ടാകുന്ന എൻട്രി എക്സിറ്റ്. അതേപോലെ തന്നെ ആയിരിക്കും ഒരെണ്ണത്തിൽ എൻട്രിയിലാണെങ്കിൽ മറ്റേ എക്സിറ്റ് ആണ് കറണ്ട് ഉണ്ടായിരിക്കുക, ഇൻകമിങ് മറ്റേത് ഔട്ട് ഗോയിങ് ആയിരിക്കും ഉണ്ടാവും എന്നുള്ളത് നമുക്ക് അറിയാവുന്നത് തന്നെയാണ്.
അപ്പോൾ എന്തായാലും ഈ ഒരു പൊസിഷനിൽ നിന്നാണ് ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വിചാരിക്കാം. നമുക്കറിയാം ഈ എടുക്കുന്നത് 60 ആണ് എന്നുള്ളത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. മൊത്തം 360 ആണ്. 360 6 ഡിവൈഡ് ചെയ്ത് 60 അപ്പോൾ ഒരു 60 ഈ കണ്ടക്ടേഴ്സ്. അപ്പോൾ ഇത് ടോപ്പ് കണ്ടക്ടേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ടോപ്പ് കണ്ടക്ടേഴ്സിന്, അതേപോലെ ഇവിടെ ഒരു 60 ബോട്ടം കണ്ടക്ടേഴ്സ് എടുക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് ഏത് പോളിന്റെ ഇൻഫ്ലുവൻസിലാണ് എടുക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളുടെ ഇതിപ്പോൾ ടോപ്പ് കണ്ടക്ടേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ ഇവര് എടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അണ്ടറില സൗത്ത് പോളിൻ്റെ അണ്ടറിലായിട്ടാണ് ഇപ്പോൾ ഇവർ നിൽക്കുന്നത്. ഓക്കെ, ഇതെല്ലാം ഇപ്പോൾ ഇത് ശരിക്കും ഉണ്ടായിരിക്കുക എന്താ പറയുക നമുക്ക് ഇതൊക്കെ ഈ രീതിയിലാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. എല്ലാം ഇവിടെ കയറുന്നു, മറ്റോറിലാണെങ്കിൽ അത് ഓപ്പോസിറ്റ് ആണ്. ഒന്നിൽ എൻട്രി ആണെങ്കിൽ മറ്റേത് എക്സിറ്റ് എന്നുള്ള രീതിയിൽ. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ അറേഞ്ച്മെന്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതേപോലെ അവിടെ സീഡ് അവിടെ കാണാം, അതിൽ കറണ്ടും കാണിച്ചിട്ടുണ്ട്. ഇതേപോലെ എയ്ക്കും കറണ്ട് ഉണ്ടായിരിക്കും, ബിയിലും ഇതേപോലെ തന്നെയാണ്. അപ്പോൾ എന്തായാലും തൽക്കാലം നമുക്ക് എ എന്നുള്ള കേസ് മാത്രം നോക്കിയാൽ എ ഡാഷ്. അപ്പോൾ എ കണ്ടക്ടേഴ്സ് എല്ലാം നിൽക്കുന്നത് സൗത്ത് പോളിന്റെ ഇൻഫ്ലുവൻസിലും, എ ഡാഷ് നിൽക്കുന്നത് ഇപ്പോൾ നോർത്ത് പോളിന്റെ ഇൻഫ്ലുവൻസിലാണ് നിൽക്കുന്നത്. ഓക്കെ, 60 ആണ് അവർ സ്പാൻ ചെയ്ത് എടുക്കുന്നത്. പിന്നെ നമുക്ക് ഇതിന്റെ റൊട്ടേഷൻ എടുക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ എ എന്നുള്ള ഫേസിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇനി ഇത് റൊട്ടേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് നോക്കാം. ഈ ഒരു 60 നിന്ന് ഇപ്പോൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്, അതാണ് 0 എന്ന് വിചാരിക്കുക. 60 എത്തുമ്പോഴേക്കും എന്താവും? ഈ സെറ്റ് മുഴുവൻ നീങ്ങിയിട്ട് എവിടേക്ക് എത്തും? ഈ ബി ഡാഷ് എന്നുള്ള പൊസിഷൻ അവർ എത്തിയിട്ടുണ്ടാവും അല്ലെ. 60 ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ഈ എ ഡാഷ് എയിലത്തെ എല്ലാ കണ്ടക്ടേഴ്സ് എവിടേക്ക് എത്തും? ബി ഡാഷ് ഓക്യുപ്പൈ ചെയ്താർന്ന പൊസിഷനിലെത്തും. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോഴും മാറ്റമൊന്നുമില്ല. അതായത് എയിലത്തെ കണ്ടക്ടേഴ്സ് എല്ലാം സൗത്ത് പോളിൽ തന്നെ, എ ഡാഷിലത്തെ എല്ലാം എവിടെ തന്നെ ആയിരിക്കും? ഇത് ഇവിടുന്ന് മൂവ് ചെയ്തിട്ട് ബിയുടെ പൊസിഷൻ അറ്റൈൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം നോർത്തിൽ തന്നെയാണ്. അപ്പോഴും വോൾട്ടേജ് എന്തായിരിക്കും? ത്രൂ ഔട്ട് പോസിറ്റീവ് ആയിരിക്കും. ഇനി ഇപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ പൊസിഷനിൽ നിന്ന് വീണ്ടും ഇതൊരു 60 കൊണ്ട് റൊട്ടേറ്റ് ചെയ്ത് വിചാരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? അത് നേരെ സിയുടെ പൊസിഷനിലേക്ക് എത്തും. അതേപോലെ എ ഡാഷ് എവിടെ എത്തിയിട്ടുണ്ടാവും? സി ഡാഷിന്റെ പൊസിഷനിൽ എത്തിയിട്ടുണ്ടാവും. ഇപ്പോഴും ടോപ്പ് കണ്ടക്ടേഴ്സ് സൗത്തിലും മറ്റേത് ഏതിലാണ് കിടക്കുന്നത്? നോർത്തിലും ആണ് കിടക്കുന്നത് അല്ലേ. അപ്പൊ അതുകൊണ്ട് ത്രൂ ഔട്ട് ഒരു 120 നമുക്ക് ആ കിട്ടുന്ന വോൾട്ടേജ് എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെയായിരിക്കും. സെയിം ഇൻ ദ സെൻസ് അവിടെ പോസിറ്റീവ് തന്നെയായിരിക്കും നമുക്ക് അവിടെ കിട്ടാൻ പോകുന്നത്. ഇപ്പോൾ അത് നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ മാഗ്നിറ്റ്യൂഡിൽ എടുത്ത് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇത് നമുക്കൊരു കോൺസ്റ്റന്റ് എന്നുള്ള രീതിയിലായിട്ട് നമുക്കിവിടെ വരയ്ക്കാവുന്നതാണ്. ഓക്കെ, ഇതാണെന്ന് വേണമെങ്കിൽ 120 ഡ്യൂറേഷനിൽ ഇങ്ങനെയാണ് വന്നത് വിചാരിക്കുക. ഇനി എന്താണ് സംഭവിക്കുന്നത് നോക്കുക. ഇപ്പൊ ഇവിടെ എത്തി നിൽക്കുകയാണ് ഈ സി ഓക്യുപ്പൈ ചെയ്യുന്ന പൊസിഷനിലും മറ്റേത് സി ഡാഷ് ഓക്യുപ്പൈ ചെയ്യുന്ന പൊസിഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതുവരെ ടോപ്പ് കണ്ടക്ടേഴ്സ് സൗത്ത് മറ്റൊരു നോർത്തിലുമാണ് നിൽക്കുന്നത്. ഇനി ഒന്ന് മൂവ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പതുക്കെ ഈ സൗത്തിന്റെ ഇൻഫ്ലുവൻസിലുള്ളത് ഓരോന്നായിട്ട് നോർത്തിലേക്കും ചാടും, നോർത്തിന്റെ ഇൻഫ്ലുവൻസിലുള്ളത് ഇവിടുന്ന് അങ്ങോട്ട് സൗത്തിലേക്കും ചാടാൻ തുടങ്ങും. അതായത് റിവേഴ്സ് ചെയ്യും അല്ലെ. അപ്പൊ അതൊക്കെ റിവേഴ്സ് ചെയ്യാൻ പോവാണ്. സൗത്തിൽ നിന്ന് ഇങ്ങനെ കുറച്ച് പോയിട്ട് നോർത്തിലേക്ക്. അതായത് ഒരു 60 കഴിയുമ്പോഴേക്കും 60 ആണല്ലോ ഈ സ്പാൻ വരുന്നത്. അപ്പൊ 60 കഴിയുമ്പോഴേക്കും ഇവിടെ ഉള്ള കണ്ടക്ടേഴ്സ് മുഴുവൻ എവിടേക്ക് എത്തും? സൗത്തിലുള്ള മുഴുവൻ നോർത്തിലേക്ക് എത്തും, നോർത്തിലുള്ള മുഴുവൻ സൗത്തിലേക്ക് എത്തും. അതായത് പോസിറ്റീവിൽ നിന്ന് അടുത്ത 60 പതുക്കെ ഇത് റിവേഴ്സ് ചെയ്യും. അപ്പോൾ അതിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് 3 കണ്ടക്ടർ ഇവിടെയും 3 കണ്ടക്ടർ അവിടെ ആകുമ്പോൾ 0 എന്നുള്ളൊരു വോൾട്ടേജ് നമുക്ക് കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞാൽ 4ാമത്തെ കണ്ടക്ടർ ഇങ്ങോട്ട് ചാടുമ്പോൾ ഇവിടുത്തെ 4ാമത്തെ കണ്ടക്ടർ അങ്ങോട്ട് ചാടുമ്പോൾ നെഗറ്റീവിലോട്ട് പോകും. പിന്നെ നെഗറ്റീവിലേക്ക് പോയി അത് തിരിച്ച് ഈ പൊസിഷനിലെത്തും. ഇത് മുഴുവൻ എവിടേക്ക് എത്തും? ഇവിടേക്ക് എത്തും. അപ്പോൾ നെഗറ്റീവ് മാക്സിമത്തിലേക്ക് എത്തും. അപ്പോൾ അതാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്. എന്നിട്ട് വീണ്ടും അടുത്ത 120 ഡ്യൂറേഷനിൽ എന്ത് സംഭവിക്കും? ഈ ടോപ്പ് കണ്ടക്ടേഴ്സ് ഫുള്ള് നോർത്തിലാണ് കിടക്കുക. അപ്പോൾ വീണ്ടും ഒരു നെഗറ്റീവ് വോൾട്ടേജ് കിട്ടും. വീണ്ടും അടുത്ത 60 അത് റിവേഴ്സ് ചെയ്യും. ഈ ഒരു പ്രോസസ്സാണ് അവിടെ റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പം ഞാൻ ജസ്റ്റ് കാണിക്കാം. ഇവിടെ ഇങ്ങനെ വന്നു. ഇനി ഈ ഒരു 60 ഡ്യൂറേഷനിൽ നമുക്കത് റിവേഴ്സിലാണ്. അത് ഞാൻ കാണിക്കാം. അപ്പോൾ അതിന് ശേഷമുള്ള 60 എന്തായിട്ടാണ് നിൽക്കാൻ പോകുന്നത്? ഒരു കോൺസ്റ്റന്റ് ആയിട്ട് വീണ്ടും നെഗറ്റീവ് കോൺസ്റ്റന്റ് ആയിട്ടാണ് നിൽക്കുക അല്ലെ. ഇങ്ങനെയാണ് വരിക. ഇനി അടുത്ത 60 റിവേഴ്സിൽ വരും. ഇവിടെ എത്തുമ്പോൾ വീണ്ടും എന്താവും? അത് പോസിറ്റീവ് ആവും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ റിവേഴ്സിൽ നമുക്ക് കാണിക്കുകയാണെങ്കിൽ ഈ ഒരു രീതിക്കാണ് വരിക. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് എന്ത് ഷേപ്പ് കിട്ടുന്നത്? ഈ പറഞ്ഞ
ട്രപ്പിസോയിഡൽ ഷേപ്പ് വരുന്നത്. ഇപ്പോൾ ഇത് സേവ് ആണെങ്കിൽ നമുക്ക് ഇതിനൊരു മാഗ്നിറ്റ്യൂഡ് കാണിക്കുകയാണെങ്കിൽ ഇ എന്നുള്ള മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. അതേപോലെ ഇതാണെങ്കിൽ മൈനസ് ഇ ആയിരിക്കും. ഓക്കെ, ഈ മാഗ്നിറ്റ്യൂഡാണ് ഉദ്ദേശിച്ചത്. ദിസ് വിൽ ബി ഇ, മറ്റേത് മൈനസ് ഇ എന്നുള്ള രീതിയിലാണ് നമുക്ക് വരിക. ഓക്കെ, ഇപ്പം ഇതാണ് ഏതിൽ നടക്കുന്നത്, ഇ എയിൽ നടക്കുന്നത്. ഇ എയിൽ ഇത് നടക്കുന്ന, അതായത് ഇ എ എന്ന് പറഞ്ഞ വോൾട്ടേജ് എ എന്നുള്ളതിൽ നടന്നത്. ഇതേ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ബിയുടെയും നോക്കാവുന്നതാണ്. ബിയുടെ ഇവിടെ ഓക്കെ, അപ്പോൾ ഇതാണ് എയിൽ നടന്നത്. അത് വേണമെങ്കിൽ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിക്കാം. സോ ആൻ റിവോൾവിംഗ് ഇൻ ദ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അപ് ടു 120 ഡിഗ്രി ഡ്യൂറേഷൻ ഫ്രം ദ പൊസിഷൻ ഷോൺ, all the top conductors, that is these conductors of phase A, will be linking with the south pole, അല്ലെ, ഇത്രയും ഡ്യൂറേഷൻ south pole, and all bottom conductors, that means these conductors will be linking with the north pole. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഫുള്ള് പോസിറ്റീവ് നമുക്ക് കിട്ടിയത്. ആൻഡ് hence the voltage induced in phase A will be the same during the 120 degree rotation, that is positive, and beyond 120 degree some conductors in the top link with the north pole and others with the south pole. അപ്പോൾ അതാണ് ഇവിടുത്തെ സംഭവിക്കുന്നത്. കുറേശ്ശെ നോർത്തിലോട്ട് ചാടാൻ തുടങ്ങി, സൗത്തിലും ആയിട്ട് വരും. ഇൻ ബിറ്റ്വീൻ ഒരു 3 വരുമ്പോഴാണ് നമുക്ക് 3 വരുമ്പോഴാണ് 0 വരുന്നത്. അതിന് ശേഷം അങ്ങനെ നെഗറ്റീവിലോട്ട് പോകുന്നു. ഓക്കെ, ആൻഡ് സെയിം ഹാപ്പൻസ് വിത്ത് ദ ബോട്ടം കണ്ടക്ടേഴ്സ്. അത് തന്നെയാണ് താഴെ കണ്ടക്ടേഴ്സ് സംഭവിക്കുന്നത്. ആൻഡ് വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് ഇൻ ഫേസ് എ ലീനിയർലി റിവേഴ്സസ് ഇൻ ദ നെക്സ്റ്റ് 60 ഡിഗ്രി. അതാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. ലീനിയർ ആയിട്ട് 60 ഡിഗ്രിയിൽ റിവേഴ്സ് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ഇത്രയാണ് ഇവിടെ നടന്നത്. ഇപ്പം ഇനി ബാക്കിയുള്ളതും ഇത് വെച്ചിട്ട് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ സുഖമായിട്ട് നമുക്ക് വരയ്ക്കാവുന്നതേ ഉള്ളൂ. കാരണം എല്ലാം ഇനി 120 ഡിഗ്രി ഷിഫ്റ്റഡ് ആയിട്ടാണ് വരാൻ പോകുന്നത്. ഇ എ കഴിഞ്ഞ് ഇ ബി വരയ്ക്കുമ്പോൾ 120 ഡിഗ്രി ഷിഫ്റ്റഡ് ആണ്. ഇ ബിയുടെ വീണ്ടും ഒരു 120 ഡിഗ്രി ഷിഫ്റ്റ് ചെയ്ത് വരച്ചാൽ നമുക്ക് ഈസി കിട്ടും. അല്ലെങ്കിൽ ഇതിൽ നോക്കിയാൽ കഴിഞ്ഞാൽ കിട്ടും. ഇവിടെ നിൽക്കുന്നത് ബി ഡാഷ് കണ്ടക്ടേഴ്സ് ആണ് നിൽക്കുന്നത്, സൗത്തിൽ നിൽക്കുന്നത്. ഇവിടെ ബി ആണ് നിൽക്കുന്നത്. അതിൻ്റെ അർത്ഥം ബിയിലത്തെ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈമിൽ നെഗറ്റീവ് ആണെന്നാണ് അർത്ഥം. ഇതിവിടെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടുന്ന് ഇത് ഒരു 60 ഡിഗ്രി മൂവ് ചെയ്താൽ ഈ പൊസിഷനിലോട്ട് എത്തും. അപ്പോൾ 60 ഡിഗ്രിയിൽ അത് നെഗറ്റീവ് ആയിരിക്കും. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ തുടങ്ങുകയാണ്, റിവേഴ്സ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ അത് നമുക്ക് അങ്ങനെ ആലോചിച്ച് വരയ്ക്കാവുന്നതേ ഉള്ളൂ. അതേപോലെ സി ആണെങ്കിൽ ആ നേരത്ത് നമുക്ക് നോക്കാം. സി എന്താ, ടോപ്പ് കണ്ടക്ടേഴ്സിനാണ് നിൽക്കുന്നത്. അപ്പോൾ അത് നേരെ പോസിറ്റീവിലാണ്, പക്ഷേ എന്താ സൗത്തിൽ നിന്ന് നോർത്തിലോട്ട് പോകാൻ പോവാണ്. അപ്പോൾ അതായത് നേരെ റിവേഴ്സ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയാണ് അവിടെ തുടങ്ങുന്നത്. അപ്പോൾ ആ രീതിക്കാണ് വരുന്നത്. അതല്ലെങ്കിൽ നമുക്ക് ഇതിനെ ഷിഫ്റ്റ് ചെയ്ത് വരച്ചിട്ട് അങ്ങനെ എടുത്ത് നോക്കിയാലും മതി. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും നമുക്കത് ചെയ്യാവുന്നതാണ്. ഞാനത് വരയ്ക്കാം. രണ്ടാമത്തെ കേസ് വരുമ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ബി ഡാഷ് 60 ഡിഗ്രി ഡ്യൂറേഷനിൽ നമുക്ക് അവിടെ തന്നെ നിൽക്കും, നെഗറ്റീവ് ആയിട്ടുള്ള വരും. അപ്പോൾ അത് ആണെങ്കിൽ അങ്ങനെ ആലോചിച്ചിട്ടുള്ള രീതിയിൽ വരയ്ക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ ഇവിടെ 60 ഡിഗ്രി ഡ്യൂറേഷനിൽ നമുക്ക് എന്ത് കിട്ടും, നെഗറ്റീവായിട്ട് കിട്ടും. ഓക്കെ, ഇനി അടുത്തതിൽ റിവേഴ്സ് ചെയ്യണം. അതിനുശേഷം ഇവിടെ വരാൻ പോകുന്നത് 120 ഡിഗ്രി ഡ്യൂറേഷനിൽ നമുക്ക് എന്താ വരാൻ പോകുന്നത്, പോസിറ്റീവായിട്ടാണ് വരാൻ പോകുന്നത്. ഓക്കെ, 120 ഡിഗ്രി ഡ്യൂറേഷനിൽ പോസിറ്റീവ് വരും. അടുത്ത 60ൽ വീണ്ടും റിവേഴ്സ് ചെയ്യും. വീണ്ടും 120ൽ നമുക്ക് എന്ത് കിട്ടും, നെഗറ്റീവ് കിട്ടും. ഓക്കെ, ഇവിടെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. ഇവിടെയും കണക്ട് ചെയ്യണം. ഓക്കെ, ഈ രീതിക്ക് പോകും. ഇതിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. 0ൽ ആണ് ഇത് തുടങ്ങിയതെങ്കിൽ ഇതിനെ എവിടെ തുടങ്ങണം, പോസിറ്റീവ് വരുന്നത് 120 ഡിഗ്രി. അപ്പോൾ ജസ്റ്റ് 120 ഡിഗ്രി ഷിഫ്റ്റ് ആയിട്ടില്ല. ഇനി അതേപോലെ സി നോക്കുകയാണെങ്കിൽ സി നമുക്ക് റിവേഴ്സ് ചെയ്യുന്നതായിട്ടാണ്, പോസിറ്റീവ് നിന്ന് റിവേഴ്സ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ആദ്യത്തെ പോർഷൻ തന്നെ റിവേഴ്സ് ചെയ്യണം. റിവേഴ്സ് ചെയ്തിട്ട് അവിടേക്ക് എത്തണം, നെഗറ്റീവിലേക്ക് എത്തും. ഇപ്പോൾ നെഗറ്റീവിലേക്ക് എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം എവിടെയാണോ നിൽക്കണം അവിടെ 120 ഡിഗ്രി നിൽക്കും. സോറി, ഇപ്പോൾ ഇവിടെ നമുക്കൊരു 120 ഡിഗ്രി ഡ്യൂറേഷൻ കിട്ടും എന്നുള്ളത് നമുക്കറിയാം. പിന്നെ അടുത്തതിൽ റിവേഴ്സ് ചെയ്യും. അപ്പോൾ ഇതിന് ശേഷം ഇവിടെ എന്ത് വരും, 120 ഡിഗ്രി ഡ്യൂറേഷൻ നമുക്കൊരു പോസിറ്റീവ് പൾസ് കിട്ടും. വീണ്ടും റിവേഴ്സ് ചെയ്യും. അതാണ് അവിടെ നടക്കുന്നത്. ഇതിൻ്റെ എടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്നായിരിക്കും തുടങ്ങുന്നുണ്ടാവുക. ഓക്കെ, അതിൽ തന്നെ റിവേഴ്സലായിരിക്കും വരുന്നുണ്ടാവുക. ഇവിടെ നിന്ന് റിവേഴ്സ് ചെയ്തിട്ട് ഇങ്ങനെ വേവ് ഫോം വരും. ഇവിടുന്നത് ഗ്രാജുവലി 60 ഡിഗ്രിയിൽ റിവേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇത് 120ലാണ്, ഇതിപ്പോൾ എവിടേക്കാണ് 240ലാണ്. അപ്പോൾ എല്ലാ ഫേസുകളും നമ്മൾ നമുക്കറിയാം 120 ഡിഗ്രി ഡിഫറൻസ് ആണെന്നുള്ളത്. അപ്പോൾ ഒന്നെങ്കിൽ ഈ ഒരെണ്ണം വരച്ചിട്ട് അതിനെ 120 ഡിഗ്രി ഷിഫ്റ്റ് ചെയ്ത് വരയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ വരയ്ക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ വേവ് ഫോം വരയ്ക്കാൻ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. ട്രപ്പിസോഡൽ പെർമനന്റ് മാഗ്നറ്റ് AC മോട്ടോറിൽ എങ്ങനെയാണ് ഈ ഇൻഡ്യൂസ് വോൾട്ടേജ് ട്രപ്പിസോഡൽ ഷേപ്പ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു അറേഞ്ച്മെൻറ്റിൻ്റെ ബേസിലും
ആണത് വരുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, ഒരു ത്രീ ഫേസ് 2 പോളിൻ്റെ കേസാണ് പറഞ്ഞത്. ഓക്കെ, റോട്ടർ വിത്ത് വൈഡ് പോളാർക്ക്. അപ്പോൾ അതിൻ്റെ കേസിൽ നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തു. എ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത് എന്നുള്ള രീതിയിൽ. ഓക്കെ, ഇനി എന്താ ഒരു ഇൻവെർട്ടർ ഫെഡ് ട്രപ്പിസോയിഡൽ PMAC മോട്ടോർ ഡ്രൈവ് ഓപ്പറേറ്റിംഗ് ഇൻ സെൽഫ് കൺട്രോൾ മോഡ് ഈസ് കോൾഡ് DC മോട്ടോർ, ബ്രഷ്ലെസ് DC മോട്ടോർ. ഒരു ഇൻവെർട്ടർ ഫെഡ് ട്രപ്പിസോയിഡൽ PMAC ഡ്രൈവ് സെൽഫ് കൺട്രോൾ മോഡിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് ബ്രഷ്ലെസ് DC മോട്ടോർ ഡ്രൈവ് എന്ന് വിളിക്കുന്നത്. മുന്നേ നമ്മൾ പറഞ്ഞിട്ടാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതേപോലെ ഒരു എക്സാമ്പിൾ എടുത്തിട്ട് നമുക്കതിനെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അതാണ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ബേസിക് ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് സിംപ്ലി കൺസ്ട്രക്ഷനും ഈ വേവ് ഫോംസും വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. ഒരു essay ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ട്രപ്പിസോയിഡൽ PMAC ഡ്രൈവ് അല്ലെങ്കിൽ ബ്രഷ്ലെസ് DC മോട്ടോർ ഡ്രൈവ് വരയ്ക്കണമെങ്കിൽ അതിൻ്റെ ഡ്രൈവ് സർക്യൂട്ടും കൂടിയും വെച്ചിട്ട് പറയണം. അതായത് സർക്യൂട്ട് ഡയഗ്രാം അടുത്തത് ഞാൻ കാണിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. സോ ഇവിടെ കാണിച്ചിട്ടുള്ളത് ബ്രഷ്ലെസ് DC മോട്ടോർ ഡ്രൈവ് ഫോർ സെർവോ ആപ്ലിക്കേഷൻ ആണ്. സോ സെർവോ ആപ്ലിക്കേഷൻ്റെ കേസാണ് ഇവിടെ തൽക്കാലം കാണുന്നത്. ഓക്കെ, ബ്രഷ്ലെസ് DC മോട്ടോർ ഡ്രൈവ് ഫോർ സെർവോ ആപ്ലിക്കേഷൻ ആണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡ്രൈവ് സർക്യൂട്ട് ആണ് ഒരു നമുക്കിവിടെ കാണുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇവിടെ കാണുന്നത് VD എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ദിസ് ബ്രഷ്ലെസ് DC മോട്ടോർ ഡ്രൈവ് എംപ്ലോയിങ് വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ ആണുള്ളത് ആൻഡ് ട്രപ്പിസോയിഡൽ PMAC മോട്ടോർ. ട്രപ്പിസോയിഡൽ PMAC മോട്ടോറും വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടറും ആണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് വരുന്നത്. പിന്നെ ഇതിൻ്റെ സ്റ്റാർ കണക്ടർ ആണ്. സ്റ്റേറ്റർ വൈൻഡിങ്സ് ആർ സ്റ്റാർ കണക്ടർ. എസ് യു ക്യാൻ സി ABC എന്നുള്ള ഫേസുകൾ സ്റ്റാർ കണക്ടർ ആയിട്ടാണ്, ഇത് ന്യൂട്രൽ പോയിന്റ് ആയിട്ടാണ് നമുക്ക് ഇവിടെ കാണാം. ആൻഡ് റോട്ടർ പൊസിഷൻ സെൻസേഴ്സ് ആർ എംപ്ലോയ്ഡ് ഫോർ സെൻസിങ് ദ ആക്ച്വൽ റോട്ടർ പൊസിഷൻ. ഇപ്പോൾ ഇത് നമ്മൾ പറഞ്ഞു സെൽഫ് കൺട്രോൾ മോഡാണ്. സോ ദർ ഷുഡ് ബി സം റോട്ടർ പൊസിഷൻ സെൻസേഴ്സ്. അത് ഈ സർക്യൂട്ടിൽ കാണിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു സർക്യൂട്ട് ഡയഗ്രമായി കാണിക്കുമ്പോൾ നമ്മൾ ബ്ലോക്കുകൾ കാണിക്കാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ സെൻസർ കാണിക്കാത്തത്. ബ്ലോക്ക് ഡയഗ്രാം ആകുമ്പോഴാണ് അതൊക്കെ കാണിക്കാറുള്ളൂ. ഇതിൽ സെൽഫ് കൺട്രോൾ ആണ്, നമുക്ക് റോട്ടർ പൊസിഷൻ സെൻസേഴ്സും വേണം. അത് ഇതിൽ കാണിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ, അതവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇത് വരയ്ക്കാൻ ഇതിലേക്ക് ഇനി അഡീഷണൽ ആയിട്ട് വരാൻ പോകുന്നത് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ IA, IB, IC ആണ്, കറണ്ട് പൾസസ് ആണ്. ആ കറണ്ട് പൾസസിൻ്റെ പെക്യുലാരിറ്റി വെച്ചിട്ടൊക്കെയാണ് അതിൽ കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിൻ്റെ ബേസിൽ നമുക്ക് ടോർക്ക് ഇത്രയാണ് ഇവിടെ വരയ്ക്കേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം തന്നെ നമുക്ക് ആ മുന്നേ വരച്ച വോൾട്ടേജ് വേവ് ഫോംസ് ഒന്നുകൂടി വരയ്ക്കാം, എന്നിട്ടാണ് ഇത് വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വോൾട്ടേജ് വേവ് ഫോം വരച്ചത് എല്ലാം ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ജസ്റ്റ് ഡിഫറെൻറ്റ് കളേഴ്സ് ഉപയോഗിച്ചൊന്ന് വരയ്ക്കണം. അപ്പോൾ ആദ്യത്തെ 120 ഡിഗ്രി ഡ്യൂറേഷനിൽ നമുക്ക് ഓർമ്മ ഉണ്ടാവണം. 120 ഡിഗ്രി ഡ്യൂറേഷനിൽ പോസിറ്റീവായി നിൽക്കും. അടുത്ത 120 ഡിഗ്രിയിൽ റിവേഴ്സ് ചെയ്യും. 60 ഡിഗ്രി റിവേഴ്സ് ചെയ്യും. പിന്നത്തെ 120 ഡിഗ്രിയിൽ നെഗറ്റീവായിട്ട് നിൽക്കും. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തതിൽ റിവേഴ്സിങ് ആണ്, വീണ്ടും പോസിറ്റീവിലോട്ട് പോകും. ഈ രീതിക്കാണ് നമ്മൾ എന്ത് വരച്ചത്, ഫസ്റ്റ് ഫേസിൻ്റെ വരച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. ഒരു ട്രപ്പിസോയിഡൽ ഷേപ്പ് കിട്ടുന്നത്. ഇതിനടുത്ത് ഷിഫ്റ്റ് ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളവരിനൊക്കെ കിട്ടും. അപ്പോൾ ഇതിൽ വരുമ്പോൾ 120 ഡിഗ്രി ഡ്യൂറേഷനിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്നുള്ളത് നമുക്ക് വരയ്ക്കാം. അത് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ നേരെ കയറി വരയ്ക്കുന്നു. നിങ്ങൾക്ക് ജസ്റ്റ് 120 ഡിഗ്രി ഷിഫ്റ്റ് ചെയ്തിട്ട് വരച്ചാൽ മതി, ബാക്ക് ട്രേസ് ചെയ്താലും മതി. ഓക്കെ, 0ൽ തുടങ്ങുന്നതിന് പോസിറ്റീവ്, 0ൽ തുടങ്ങുന്നതിന് പകരം 120ൽ തുടങ്ങാന്ന് മാത്രം. ഇനി ഇതിനെ ഒരു 120 ഡിഗ്രി കൂടിയും ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് കിട്ടും. അത്രേ വരുന്നുള്ളൂ. പിന്നെ ലാസ്റ്റത്തെ EC 120 ഡിഗ്രി ഡ്യൂറേഷൻ, റിവേഴ്സൽ 120 ഡിഗ്രി ഡ്യൂറേഷൻ. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്, റിവേഴ്സലാണ് ആദ്യം തന്നെ. ഓക്കെ, ഇതാണ് വോൾട്ടേജ് വേവ് ഫോംസ്. ഇത് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇനി ഇതിൽ നിന്ന് കറണ്ട് പൾസസ് പ്ലേസ് ചെയ്തിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. റിവേഴ്സലിൻ്റെ പോർഷനിൽ നമ്മളൊന്നും മൈൻഡ് ചെയ്യണ്ട, ബാക്കി കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന പോർഷൻസ് മാത്രം നോക്കിയാൽ മതി. ആൻഡ് ദ കറണ്ട് പൾസസ് ആർ each of 120 degree duration and are located in the regions where the induced voltage is constant and maximum.
ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആൻഡ് മാക്സിമം ആയി നിൽക്കുന്ന ആ പോർഷനിൽ മാത്രമേ കറണ്ട് പൾസസ് ഉള്ളൂ. അതായത് ഈ ഏത് 60 ഡിഗ്രി ഡ്യൂറേഷൻ ചേഞ്ച് ഓവർ വരുന്ന പോസിറ്റീവ് നെഗറ്റീവിലേക്ക് അല്ലെങ്കിൽ നെഗറ്റീവ് പോസിറ്റീവിലേക്ക് പോകുന്ന ആ 60 ഡിഗ്രി ഡ്യൂറേഷനിൽ ഇല്ല. ബാക്കിയുള്ള കോൺസ്റ്റന്റ് ആയി നിൽക്കുന്ന പോർഷനിൽ അതിന്റെ കറസ്പോണ്ടിങ് കറണ്ട് വേവ് ഫോം ഉണ്ടാവും. ഇപ്പോൾ ഇയുടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് തൊട്ട് ഏത് വരെ ഉണ്ടാവും, 0 ഡിഗ്രി തൊട്ടിട്ട് 120 ഡിഗ്രി വരെ ഉണ്ടായിരിക്കും. പിന്നെ കിടക്കുന്നത് എവിടെ നിന്ന് തൊട്ടിട്ട് 240 തൊട്ടിട്ട് 300 വരെ ആ രീതിക്കാണ് പൾസസ് വരിക. പിന്നെ വരാൻ പോകുന്നത് ഈ 360ക്ക് ശേഷമാണ്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ കറണ്ട് പൾസസ് വരയ്ക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ 0 to 120, പിന്നെ 180 to 300. ഓക്കെ, അപ്പോൾ അത് ഞാനിവിടെ വരയ്ക്കാം. ഇതിൻ്റെ റെഡിൽ വരച്ചുണ്ടോ, റെഡിൽ വരയ്ക്കുന്നത് മാത്രം. ഇപ്പോൾ 0 to 120 എന്തുണ്ടായിരിക്കും, കറണ്ട് പൾസ് ഉണ്ടായിരിക്കും ഈ പോർഷനിൽ. പിന്നെ 60 ഡിഗ്രിയിൽ ഇല്ല, അടുത്ത 60 ഡിഗ്രിയിൽ ഇല്ല. അതിന് ശേഷം നെക്സ്റ്റ് 120 ഡിഗ്രി ഡ്യൂറേഷനിലാണ് അടുത്ത പൾസ് വരുന്നത്. അത് മാഗ്നിറ്റ്യൂഡ് എന്താണ്, നെഗറ്റീവായിട്ട് ഈ ഒരു ഡ്യൂറേഷനിൽ. ഇനി വീണ്ടും 60 ഡിഗ്രിയിൽ ഇല്ല, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത 120 ഡിഗ്രി ഡ്യൂറേഷനിൽ പോസിറ്റീവായിട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ അതങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകും. അതാണ് സംഭവിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് ഏതിന് രണ്ടാമത്തെ ഈ ബിക്കും വരുന്നത്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിപ്പോൾ എവിടെ നിന്നാണ്, 120 to 240 ആണെന്നുള്ള ആ ഒരു ഡിഫറൻസ്. അപ്പോൾ ആ രീതിക്ക് ഇതിൻ്റെ എവിടെയാണോ പോസിറ്റീവ് ആൻഡ് കോൺസ്റ്റന്റ് നെഗറ്റീവ് ആൻഡ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത് ആ പോർഷനിൽ മാത്രം വരച്ചാൽ മതി. അപ്പോൾ അത് നോക്കിയിട്ട് അതേപോലെ ബാക്കിയുള്ള രണ്ട് ഫേസിങ് കൂടി നമുക്കിവിടെ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ IB വരാൻ പോകുന്നത് ഇവിടെ ഉണ്ടായിരുന്ന നെഗറ്റീവ് ആയിരുന്നു, കോൺസ്റ്റന്റ് ആയി എന്ന് പറഞ്ഞത് ഈ ഒരു പോർഷൻ വരും. ഓക്കെ, പിന്നത്തെ ഒരു 60 ഡിഗ്രി അതിൻ്റെ ചേഞ്ചിങ് പോയിന്റ് ആണ്, അപ്പോൾ അതിൽ വരയ്ക്കേണ്ട. അത് കഴിഞ്ഞിട്ട് അടുത്ത 120 ഡിഗ്രി ഡ്യൂറേഷനിൽ പോസിറ്റീവ് ആൻഡ് കോൺസ്റ്റന്റ്, വീണ്ടും 60 ഡിഗ്രി ഡ്യൂറേഷനിലൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് അടുത്ത 120 ഡിഗ്രി ഡ്യൂറേഷനിൽ നെഗറ്റീവ് ആൻഡ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. ഈ രീതിക്കാണ് ഇതിൻ്റെ പൾസ് വരിക. ഇതേപോലെ മറ്റു ചില ആലോചിക്കാവുന്നതാണ്. 120 ഡിഗ്രി ഷിഫ്റ്റ് ചെയ്ത് വരച്ചാൽ മതി. അപ്പോൾ അടുത്തത് IC ആണ് കിട്ടേണ്ടത്. IC ഇതേപോലെ വരയ്ക്കുമ്പോൾ നമുക്ക് അവിടെ ചേഞ്ച് അതായിട്ടാണ് സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നത്, അത് നോക്കണ്ട. അപ്പോൾ അതിന് ശേഷമുള്ള പോയിന്റിൽ നെഗറ്റീവ് ആയിരുന്നു. അപ്പോൾ 120 ഡിഗ്രി ഡ്യൂറേഷനിൽ നമുക്ക് എന്ത് കിട്ടും, നെഗറ്റീവ് പൾസ്. ദെൻ ഒന്നുമില്ല, പിന്നത്തെ 120 ഡിഗ്രി ഡ്യൂറേഷനിൽ പോസിറ്റീവ് പൾസ് വരും. ഓക്കെ, അതങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകും. ഇതാണ് അതിൻ്റെ കേസിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഇതാണ് IA, IB, IC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത്. അപ്പോൾ അത് വരയ്ക്കാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് വോൾട്ടേജ് വേവ് ഫോംസ് വരയ്ക്കാൻ അറിയാമെങ്കിൽ അതിൻ്റെ കോൺസ്റ്റന്റ് ആയി നിൽക്കുന്ന പോർഷനിൽ അതേ മാഗ്നിറ്റ്യൂഡിൽ പൾസ് വരും. ആ 60 ഡിഗ്രി ചേഞ്ച് ഡ്യൂറേഷനിൽ ഒന്നുമില്ല, ബ്ലാങ്ക് ആയിട്ട് വരയ്ക്കുക. അപ്പോൾ അങ്ങനെയാണ് നമ്മളിവിടെ വരച്ചിട്ടുള്ളത്. ഓക്കെ, and here since the air gap flux is constant, the voltage induced is proportional to the speed of rotor. അല്ലേ, റോട്ടറിന്റെ സ്പീഡിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. എന്ത് കാരണം, എയർ ഗ്യാപ്പ് ഫ്ലക്സ് കോൺസ്റ്റന്റ് ആയ കാരണം. ദാറ്റ് ഈസ് E ഈസ് പ്രൊപ്പോർഷണൽ ടു ഒമേഗ എം, ഓർ യു ക്യാൻ റൈറ്റ് E ഈസ് ഈക്വൽ ടു KE ഇൻറ്റു ഒമേഗ എം. നമുക്ക് E ഈസ് ഈക്വൽ ടു KE ഇൻറ്റു ഒമേഗ എം എന്ന് എഴുതാൻ പറ്റും. ആൻഡ് ഡ്യൂറിങ് ഈച്ച് 60 ഡിഗ്രി ഇന്റർവെൽ കറണ്ട് എൻറ്റേഴ്സ് വൺ ഫേസ് ആൻഡ് കംസ് ഔട്ട് ഓഫ് അനദർ ഫേസ്. അത് നമുക്ക് ഇവിടെ കാണാവുന്ന കാര്യമുള്ളൂ. നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലെടുത്ത് നോക്കി കറണ്ട് വേവ് ഫോംസ് നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ 60 ഡിഗ്രി എടുക്കുമ്പോൾ ഇപ്പോൾ ഈ 60 ഡിഗ്രി ഡ്യൂറേഷൻ ഇപ്പോൾ നമുക്കറിയാം ഇതെല്ലാം ഇത് എത്രയാണ്, 60, ഇത് 120, 180, 240, 300, 360 ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ 0 ഡിഗ്രിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ആംഗിൾ തീറ്റയാണ്. അപ്പോൾ ഇതിൽ നോക്കുക 0 to 60 ഡിഗ്രി നോക്കിക്കഴിഞ്ഞാൽ IA പോസിറ്റീവാണ്, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വേണമെങ്കിൽ നമുക്ക് അവിടെ എഴുതാവുന്നതാണ്. ഇത് ID ആയിരിക്കും, ID എന്നുള്ള മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, ID, മറ്റേത് -ID, ഇത് ID തന്നെയാണ് വിത്ത് നെഗറ്റീവ്. ഓക്കെ, -ID എന്നുള്ള രീതിയിൽ. അപ്പോൾ എന്തായാലും ഈ ഡ്യൂറേഷനിൽ അത് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇവിടെ ഇത് +ID ആണ്. അതേപോലെ താഴേക്ക് നോക്കിയാൽ IB ഉണ്ട്, അതേ സമയത്ത് മൈനസ് ആണ്, പക്ഷേ IC ഇല്ല. അപ്പോൾ ഒരെണ്ണം എൻട്രി ചെയ്യുന്നു, മറ്റേത് ലീവ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് കണക്കാക്കാം. അതേപോലെ അടുത്ത 60 ഡിഗ്രി 60 to 120 നോക്കി കഴിഞ്ഞാൽ അപ്പോഴും IA എൻട്രി തന്നെയാണ്, IB ഇല്ല, പകരം IC ഉണ്ട് നെഗറ്റീവ്, അപ്പോൾ അത് ലീവിങ് ആണ്. വീണ്ടും അടുത്ത 60 എടുത്ത് നോക്കി കഴിഞ്ഞാൽ 120 to 180 നോക്കി കഴിഞ്ഞാൽ IA ഇല്ല, പകരം IB പോസിറ്റീവ് ഉണ്ട്, IC നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ അതായത് ഏതെങ്കിലും ഒരു ഫേസിൽ എൻട്രി, മറ്റേ ഫേസിൽ ലീവിങ്, അല്ലാതെ മൂന്നെണ്ണം കൂടിയിട്ട് വരില്ല. അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ 60 ഡിഗ്രി ഇന്റർവെല്ലിലും. ഓക്കെ,
അപ്പോൾ അതുകൊണ്ട് തന്നെ ദാറ്റ് ഈസ് ഡ്യൂറിങ് ഈച്ച് 60 ഡിഗ്രി ഇന്റർവൽ കറന്റ് enters one phase and comes out of another phase, and therefore the power supplied to the motor in each interval, that is each 60 degree interval, is given by power. നമുക്കറിയാം the voltage into current ആണ്. സോ E into ID എന്ന് പറയും. നമ്മൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്കറിയാലോ, കോൺസ്റ്റന്റ് ആയിരിക്കും ഈ ഡ്യൂറേഷനിൽ, അത് അതിൻ്റെ അതേ മാഗ്നിറ്റ്യൂഡ് തന്നെ ആയിരിക്കും എന്നുള്ളത് നമുക്കറിയാം, മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് E എന്നുള്ള ഈ മാഗ്നിറ്റ്യൂഡിനെ നമ്മൾ എടുക്കുന്നത് E ആയിട്ടാണ്. ഓക്കെ, ഇത് ആക്ച്വലി E ആണ്, ഇത് -E എന്നുള്ള രീതിയിലാണ് വരുന്നത്. അതുപോലെ കറണ്ടിൻ്റെ കേസിലായിരുന്നപ്പോൾ നമ്മളത് എന്താ ID-യും -ID-യും ആയിട്ടാണ് എടുക്കുന്നത്. ഇത് ID, ഇവിടെ അത് -ID. എന്താണോ വോൾട്ടേജിൻ്റെ മാഗ്നിറ്റ്യൂഡ് അതേ മാഗ്നിറ്റ്യൂഡ് സൈൻ തന്നെയാണ് വരുന്നത്. സോ പവർ എന്ന് പറഞ്ഞാൽ എന്ത് വരും, നമുക്ക് E into ID പ്ലസ് -E into -ID, അല്ല, ഒരു സെറ്റ് പോസിറ്റീവും ഒരു സെറ്റ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ടോട്ടലി നമുക്ക് കിട്ടാൻ പോകുന്നത് 2 times Ke into omega m into ID. ആ ഇക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ട്വൈസ് ഈ ID ആണ് വരിക. ആ ഇക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2 Ke omega m into ID എന്ന് വരും. ഓക്കെ, അല്ലെങ്കിൽ ടോർക്ക്, അത് പവർ ആണ്. ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P/omega m ആണ്, പവർ ബൈ omega m ആണ്. അപ്പോൾ omega m ക്യാൻസൽ ആയി പോകും. 2 Ke into ID അല്ലെങ്കിൽ സം ന്യൂ കോൺസ്റ്റന്റ് KT into ID എന്നുള്ള രീതിയിൽ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ രീതിക്ക് നമ്മളിവിടെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ടോർക്ക് എന്ന് പറയുന്നത് എന്താ IDക്ക് പ്രൊപ്പോർഷണൽ എന്നുള്ള രീതിയിൽ പറയാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ടോർക്ക് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ അത് ശരിക്കും ഇവിടെ നെഗറ്റീവിൻ്റെ ആവശ്യമൊന്നും വരില്ല. എന്താ, ടോർക്ക് എന്തായിട്ട് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ, ടോർക്ക് വിൽ ബി എ കോൺസ്റ്റന്റ് ആൻഡ് പോസിറ്റീവ് വാല്യൂ. ഇങ്ങനെയാണ് ടോർക്കിൻ്റെ ഷേപ്പ് വരിക. ഓക്കെ, ഇതാണ് അപ്പോൾ നമ്മുടെ ടോർക്ക് വരുന്നത്. ത്രൂ ഔട്ട് കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് ടോർക്ക് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ കറണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ, ID എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DC ലിങ്ക് കറണ്ട് ആണ്. ഇനി ഇവിടെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഓപ്പറേഷനൊക്കെ നമുക്ക് വേണമെങ്കിൽ നടത്താവുന്നതാണ്. ഈസ് ഒബ്റ്റെയിൻഡ് ബൈ റിവേഴ്സിംഗ് ദ ഫേസ് കറണ്ട്സ് ആൻഡ് ദിസ് വിൽ ഓൾസോ റിവേഴ്സ് ദ സോഴ്സ് കറണ്ട് ID. ഓക്കെ, അപ്പോൾ ആ സമയത്ത് നേരെ തിരിച്ച് വർക്ക് ചെയ്യും. എന്താ, പവർ ഫ്ലോസ് ഫ്രം ദ മെഷീൻ ടു ദ ഇൻവെർട്ടർ ആൻഡ് ഫ്രം ദ ഇൻവെർട്ടർ ടു ദ DC സോഴ്സ്, ആൻഡ് വെൻ ദ സ്പീഡ് ഈസ് റിവേഴ്സ് ദ പോളാരിറ്റി ഓഫ് ഇൻഡ്യൂസ് വോൾട്ടേജ് റിവേഴ്സസ്. ഓക്കെ, അപ്പോൾ അത് അവിടെ നടക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ഇപ്പോൾ ഇതിൽ തൽക്കാലം ഡിസ്കസ് ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ ഇവിടെ ഓരോ ഓപ്പറേഷൻ, ഓരോ ഡിഗ്രി, ഓരോ പീരീഡിലത്തെ ഓപ്പറേഷൻ വേണമെങ്കിൽ നമുക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് 60 ഡിഗ്രി നോക്കാം. ഫസ്റ്റ് 60 ഡിഗ്രി നമുക്കറിയാം IA പോസിറ്റീവ് ID ആണ്, IB എന്ന് പറഞ്ഞത് -ID ആണ്, നെഗറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, IA എന്നുള്ള ഫേസിൽ, A എന്നുള്ള ഫേസിൽ എൻ്റർ ചെയ്തു, B എന്നുള്ള ഫേസിൽ ലീവ് ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഓക്കെ, അപ്പോൾ A എന്നുള്ള ഫേസിൽ എൻ്റർ ചെയ്തിട്ട് B എന്നുള്ള ഫേസിൽ ലീവ് ചെയ്യണം. ഓക്കെ, ദാറ്റ് ഈസ് ദ കറണ്ട് IA എൻറ്റേഴ്സ് ത്രൂ ദ ഫേസ് A ആൻഡ് ലീവ്സ് ത്രൂ ദ ഫേസ് B. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഏതൊക്കെ ട്രാൻസിസ്റ്റേഴ്സ്, ഇത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഇൻവേർട്ടറും കാര്യങ്ങളായതുകൊണ്ടാണ് കൂടുതലായി എക്സ്പ്ലെയിൻ ചെയ്യാഞ്ഞത്. നമുക്കിവിടെ കാണാം ട്രാൻസിസ്റ്റേഴ്സ് വിത്ത് പാരലൽ ഡയോഡ് അറേഞ്ച്മെന്റ് ആണ്, 3 ഫേസ് 3 ലെഗ് അറേഞ്ച്മെന്റുകളാണ്. നമ്പറിംഗ് ഒക്കെ 1 3 5 2 4 6 അതേ കാര്യങ്ങൾ തന്നെയാണ് നമ്പറിംഗ് വരുന്നത്, ABC. ഓക്കെ, കറണ്ടുകൾ IA IB IC ഉള്ളിലോട്ട് കാണിച്ചിരിക്കുന്നത് ന്യൂട്രൽ പോയിന്റ്. ഇപ്പോൾ ഇവിടെ വേണ്ടത്, ഇപ്പോൾ നമുക്ക് കറണ്ട് കേസിൽ ഇപ്പോൾ എന്താണ് വരുന്നത്, എയിൽ എൻട്രി വരുന്നു, എന്ത് നടക്കുന്നു, ബിയിൽ ലീവ് ചെയ്യുന്നു. അപ്പോൾ അത് അങ്ങനെയാണ്. ഇത് കൺവെൻഷൻ വെച്ചിട്ട് ഇതിപ്പോൾ എയുടെ അതേപോലെ തന്നെ ആയതുകൊണ്ട് പോസിറ്റീവ് ആണ് എ വന്നത്, ബിയുടെ ഓപ്പോസിറ്റ് ആണ് ഫ്ലോ വരുന്നത്, അതുകൊണ്ടാണ് നെഗറ്റീവ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നടക്കണമെങ്കിൽ ഇത് ഏതൊക്കെ സ്വിച്ചസ് ആയിരിക്കും ആക്റ്റീവ് വരിക, ഒരെണ്ണം എന്തായാലും അപ്പറും ഒരെണ്ണം ലോവർ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ നോക്കി വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം എന്തായാലും ഈ പോയിന്റ് കണക്ട് ചെയ്ത് കിടക്കുന്നത് എന്തായാലും എവിടെയാണ്, ഇവിടെയാണ് അല്ലേ. പോസിറ്റീവായിട്ട് കിടക്കണമെങ്കിൽ എന്ത് ഓൺ ആവണം, എന്തായാലും TR1 ഓൺ ആവണം അല്ലേ. ഇനി ഇത് കൂടെ വന്നിട്ട് ഇത് പുറത്തേക്ക് പോകാൻ പറ്റണം, അപ്പോൾ അത് ഇത് കൂടെ പോവുക TR6 കൂടെ, അപ്പോൾ ഇതും ഓൺ ആവണം. അപ്പോൾ ഇതോടെ നമ്മളുടെ പാത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും, സോഴ്സ് VD-യിൽ നിന്ന് വന്നു, TR1 ഓൺ ആണ്, TR1 വഴി വന്നു, ഇങ്ങനെ വന്നു, നമ്മൾ എവിടേക്ക് എത്തി, ഫേസ് എയിൽ എത്തുന്നു, ഫേസ് എയിൽ നിന്ന് ഇത് കൂടെ വന്നു, ഫേസ് ബിയിലെത്തി, ബിയിൽ നിന്ന് ഇവിടെ വരുന്നു, ഇവിടെ നിന്ന് എത്തി എവിടേക്ക് എത്തി, TR6 തിരിച്ച് സോഴ്സ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാത്ത് വരാൻ പോകുന്നത്. ഓക്കെ, സോ വെൻ ട്രാൻസിസ്റ്റർ TR1 and TR6 are on, terminals A and B are respectively connected to the positive and negative terminals അല്ലെ, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽസ് ഓഫ് ദ സോഴ്സ് VD, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽസ് ഓഫ് ദ source VD, and a current will flow through the path consisting of VD, TR1, phase A, phase B, TR6 and back to the source.
ഓക്കെ, ഇനിയിപ്പോൾ നേരെ തിരിച്ച് ഇപ്പോൾ ഇത് ഓൺ ആയി നിൽക്കുന്ന നേരമാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇത് ഓഫ് ആക്കി എന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് വെൻ TR1 ആൻഡ് TR6 ആർ ടേൺഡ് ഓഫ്, ദിസ് കറണ്ട് വിൽ ഫ്ലോ ത്രൂ എ പാത്ത് കൺസിസ്റ്റിംഗ്. അപ്പോഴും ഈ കറണ്ട് അവിടെ ഫ്ലോ ചെയ്യണം. അപ്പോൾ അത് ഏത് പാത്തിൽ കൂടെ ഫ്ലോ ചെയ്യുക? ഏത് പാത്തിൽ കൂടെയാണ് ഫ്ലോ ചെയ്യുക? ഫേസ് എ വരും, ഫേസ് ബിയിലെത്തി, ബിയിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഇനി ഡയോഡുകൾ വഴിയായിരിക്കും പോവുക. അപ്പോൾ അത് ഏതൊക്കെ ഡയോഡുകളായിരിക്കും? ഡയോഡ്സ് D3 D3 ആൻഡ് എന്തായിരിക്കും? D3 പോയി VD പോയി തിരിച്ച് അത് പോവാൻ പറ്റുന്നത് ഇനി ഏതാ? D6 അല്ലേ? അപ്പോൾ ആ ഒരു രീതി, D3 പോയി D4ൽ കൂടെയാണ് പോവുക. അപ്പോൾ അത് ആലോചിക്കാൻ വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളോട് പറഞ്ഞ ഡയോഡുകൾ ഏതൊക്കെയായിരുന്നു? D3 ആൻഡ് D4. അതായത് നോർമൽ ഇതിൽ നമ്മൾ കണ്ടക്ഷൻ പാത്ത് പറഞ്ഞു തന്നപ്പോൾ വന്ന ട്രാൻസിസ്റ്റർ ഉണ്ടല്ലോ, അതിൻ്റെ ടോപ്പിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ബോട്ടത്തിൽ നിൽക്കുന്ന ഡയോഡ് പറഞ്ഞാൽ മതി. ഇപ്പോൾ ഇവിടെ TR6 ആവുകൊണ്ട് അതിൻ്റെ മുകളിലാണ് D3 എന്ന് പറഞ്ഞ ഡയോഡ്, മറ്റോടത്ത് TR1 ആൻഡ് അതിൻ്റെ താഴെയുള്ളത് D4 എന്നുള്ള ഡയോഡ്. അപ്പോൾ ആ രീതിക്ക് നമുക്ക് ഓപ്പറേഷൻ പറയാമെന്നുള്ളൂ. അപ്പോൾ TR1 ഫേസ് എ ഫേസ് ബി, TR6 ആ വഴിയായിരുന്നു. അത് ഓഫാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ഡയോഡ് ഓൺ ആവും? അതിൻ്റെ മേലെ അല്ലെങ്കിൽ ചുവടുള്ള ഡയോഡ് ഓൺ ആവും. അപ്പോൾ ആ രീതിക്ക് അവിടെ നമുക്ക് വർക്കിംഗ് പറയാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ സംഭവിക്കുന്നത്. ആൻഡ് ദിസ് കറണ്ട് ഹാസ് ടു ഫ്ലോ അഗെയിൻസ്റ്റ് VD. ആൻഡ് അതുകൊണ്ട് തന്നെ അപ്പോൾ കറണ്ട് ഇവിടെ നേരെ തിരിച്ചാണ് ഫ്ലോ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് IA എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും ഈ ഒരു കേസിൽ. ഇപ്പോൾ ആൾട്ടർനേറ്റീവിൽ നമുക്ക് TR1ഉം TR6ഉം ഓൺ ആക്കിയിട്ട് ഫേസ് എ കറണ്ടിനെ നമുക്ക് ഒരു റെഫറൻസ് വാല്യൂവിനെ ഫോളോ ചെയ്യിപ്പിക്കുന്ന രീതി ചെയ്യിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററിസിസ് ബാൻഡിൻ്റെ ഉള്ളിൽ നമുക്കിതിനെ കൺട്രോൾ ചെയ്യാം. അപ്പോൾ അതാണ് ഇവിടുത്തെ കൺട്രോൾ വരുന്നത് ഈ ID എന്ന് പറയുന്ന ഒരു ഇതിലേക്ക്. അപ്പോൾ അതായത് അതിവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതിൽ നോക്കുകയാണെങ്കിൽ X ആക്സിസിൽ ωt ആണ്, Y ആക്സിസിൽ ID ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ID നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന IDയിൽ ഇങ്ങനെ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ട് കിട്ടത്തക്ക രീതിയിലാണ്. ഇപ്പോൾ ഈ ID ഈ കാണുന്ന വൈറ്റ് തിക്ക് ലൈൻ കാണിച്ചിട്ടുള്ള ഈ കോൺസ്റ്റന്റ് വാല്യൂ ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതിനെ കറക്റ്റ് ആ കോൺസ്റ്റന്റ് കിട്ടില്ല. അപ്പോൾ നമ്മൾ പകരം ഇവിടെ ചെയ്യുന്നത് ഒരു എന്താ പറയുക, ഒരു അപ്പർ ബാൻഡിനും ലോവർ ബാൻഡിനും ഇടയിൽ അതിനെ കൺട്രോൾ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പർ ബാൻഡ് ആൻഡ് ലോവർ ബാൻഡ്. അപ്പർ ബാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മിഡിലത്തെ റെഫറൻസ് പോയിന്റും ഈ ഒരു ഇതിനെയാണ് നമ്മൾ ഇത്രയും പോർഷനെയാണ് നമ്മൾ അപ്പർ ബാൻഡ് എന്നുള്ളത് ഉദ്ദേശിച്ചത്. അതുപോലെ ഇതാണ് നമ്മുടെ ലോവർ ബാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ ലോവർ ബാൻഡ് ആൻഡ് ദിസ് ഈസ് ദ അപ്പർ ബാൻഡ്. അപ്പോൾ ഇതിനെ ഹിസ്റ്ററിസിസ് കൺട്രോൾ എന്നാണ് പറയുക. അപ്പോൾ ഇതാണ് നമ്മളുടെ IA എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ IAനെ ഈ കാണുന്ന വേവ് ഫോം എന്ന് പറയുന്നത് നമ്മളുടെ IAയുടെ വേവ് ഫോമാണ്. IA വേവ് ഫോമാണ് ഈ കാണുന്നത്. IA വേവ് ഫോമാണ്. ഇവിടെ നമ്മൾ അപ്പോൾ ഇത് നമ്മുടെ IA എന്ന് പറയുന്ന വേവ് ഫോമാണ്. നമ്മൾ ഐഡിയലി എക്സ്പെക്ട് ചെയ്യുന്ന വാല്യൂ ആണ് ഈ കാണുന്ന ID. ഈ IDയിലോട്ട് എത്തിക്കണം. അപ്പോൾ ഈ ഒരു കൺട്രോൾ ഓൺ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓൺ ചെയ്യുന്ന നേരത്ത് മേലേക്ക് പോസിറ്റീവ്, ഓഫ് ചെയ്യുന്ന നേരത്തേക്ക് ഇപ്പോൾ ഈ പോയിന്റിൽ, അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് ഇത് TR1 TR6 ഓണാണ്, ഇത് ഓഫാണ്, ഓണാണ്, ഓഫാണ്. അപ്പോൾ ആ രീതിക്ക് നമ്മൾ കൺട്രോൾ ഇതിൻ്റെ ഉള്ളിലാക്കാം. അപ്പോൾ ഇതിന് ബാൻഡ് കുറച്ച് കുറഞ്ഞ് നമുക്ക് അതിനെ ആ ഒരു ഇതിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കാനും പറ്റും. സോ ബൈ റെഡ്യൂസിങ് ദ ബാൻഡ് സഫീഷ്യൻ്റ്ലി നിയർ എ DC current of desired value can be produced, and the operation for 60 degree other 60 degree intervals can be similarly explained. അപ്പോൾ ഇത് ഈ 60 ഡിഗ്രിയുടെ കേസാണ്. അടുത്ത 60 ഡിഗ്രി വരുമ്പോൾ നമുക്ക് വീണ്ടും എന്തായിരിക്കും? Aയിൽ എൻ്റർ ചെയ്തു, Cയിൽ ലീവ് ചെയ്തു. അപ്പോൾ ആ രീതിക്ക് പറയാം. അപ്പോൾ വർക്കിംഗ് ഫുള്ളായിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്കിപ്പോൾ ഡ്രൈവ്സ് എന്നുള്ളതായതുകൊണ്ട് കുറച്ച് പവർ ഇലക്ട്രോണിക്സ്, കുറച്ച് മെഷീൻസ്. അപ്പോൾ അത് നമ്മൾ മെഷീൻസ് പോർഷൻ പറഞ്ഞു. ഇപ്പോൾ ജസ്റ്റ് അതിൻ്റെ വർക്കിങ്ങിൻ്റെ പവർ ഇലക്ട്രോണിക്സ് പോർഷൻ പറഞ്ഞു. അപ്പോൾ അത്ര മതി, ഫുൾ ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ആ പറഞ്ഞ കാര്യം ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. കറണ്ട് ഈസ് മെയ്ഡ് ടു ഫോളോ ദ റെഫറൻസ് കറണ്ട് ID വിത്തിൻ എ ഹിസ്റ്ററിസിസ് ബാൻഡ്, and by reducing the band sufficiently, nearly a DC current of desired value can be produced. Okay, ഇനി ഇവിടെ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു സെൽഫ് കൺട്രോൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫോർ പ്രോപ്പർലി പ്ലേസിംഗ് ദ കറണ്ട് പൾസസ് വിത്ത് റെസ്പെക്ട് ടു ദ ഇൻഡ്യൂസ് വോൾട്ടേജസ് ഓർ ഐഡന്റിഫിക്കേഷൻ ഓഫ് ദി 60 ഡിഗ്രി ഇന്റർവെൽസ്, സിഗ്നൽസ് ആർ ജനറേറ്റഡ് ബൈ റോട്ടർ പൊസിഷൻ സെൻസേഴ്സ്. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു വോൾട്ടേജ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയി നിൽക്കുന്ന ആ റീജിയനിലാണ് കറണ്ട് പൾസ് വയ്ക്കുന്നത് അല്ലേ. ഇതിൻ്റെ ഈ 120 ഡിഗ്രി ഡ്യൂറേഷനിലാണ് അതിൻ്റെ കറണ്ട് പൾസ് വന്നപ്പോൾ അതേപോലെ ഓരോന്നിൻ്റെയും വയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അവിടെ റോട്ടർ പൊസിഷൻ സെൻസിങ്ങിൻ്റെ ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് all 6 rotor angular positions are required to be detected per cycle of the induced voltage, and we are using 3 Hall effect sensors. 3 Hall effect sensors ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് എല്ലാം കിട്ടും. ഓക്കെ,
this Hall effect sensors can detect the magnitude and the direction of the magnetic field. Hence, 3 Hall effect sensors can detect the 6 position, rotor positions. അപ്പോൾ അതുകൊണ്ട് the sensors are mounted 60-degree electrical intervals and align suitably with the stator winding. അപ്പോൾ അതിനനുസരിച്ച് പ്രോപ്പർ ആയിട്ട് അവിടെ ഉപയോഗിക്കും. ഒപ്റ്റിക്കൽ സെൻസേഴ്സ് ഒക്കെ അവൈലബിൾ ഉണ്ട്. തൽക്കാലം നമ്മൾ ഹോൾ എഫക്റ്റ് ആണ് ജനറലി ഉപയോഗിക്കുന്നത്. ആൻഡ് ദ സെൻസേഴ്സ് യൂസ്ഡ് വിത്ത് ട്രപ്പിസോഡൽ PMAC മോട്ടോഴ്സ് ആർ ചീപ്പർ കമ്പയർഡ് ടു ദോസ് റിക്വയർഡ് വിത്ത് സൈൻസോഡൽ PMAC മോട്ടോഴ്സ്. അതൊരു അഡ്വാൻറ്റേജ് ആണ്. സൈൻസോഡലിനായിട്ട് ഉപയോഗിക്കുന്ന സെൻസേഴ്സിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ട്രപ്പിസോഡലിൻ്റെ കുറവാണ്. അതുകൊണ്ട് തന്നെ ട്രപ്പിസോഡൽ മോട്ടോർ ഡ്രൈവ്സിൻ്റെ കോസ്റ്റ് കുറച്ച് അവിടെ കുറയ്ക്കാൻ പറ്റും. ഡൈനാമിക് റെസ്പോൺസ് കമ്പയറബിൾ ആണെങ്കിലും ടോർക്ക് റിപ്പിൾ ഇതിൽ കൂടുതലായിരിക്കും. നമ്മളുടെ ഇപ്പോൾ പറയുന്ന കേസിൽ ടോർക്ക് റിപ്പിൾസ് കൂടുതലായിരിക്കും. ഇപ്പോൾ ടോർക്ക് റിപ്പിൾ കൂടുതലാവാൻ കാരണം എന്താ? ഇപ്പോൾ നമ്മളിവിടെ ട്രപ്പിസോഡിൽ എന്നൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാലും ഇത് എക്സാക്ട്ലി ഇങ്ങനെ ട്രപ്പിസോഡിലായിട്ടൊന്നും കിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് ചെറിയ ചെറിയ ഡീവിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അവിടെ നമുക്ക് റിപ്പിൾസിന് ടോർക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, കറക്റ്റ് ആ റെക്ടാങ്കുലർ ഇത് കിട്ടാത്തത് കൊണ്ട്. ഇതാണ് ഒരു എന്താ പറയുക ട്രപ്പിസോഡൽ ഡ്രൈവ് ഫോർ സെർവോ ആപ്ലിക്കേഷനാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സെർവോ ആപ്ലിക്കേഷൻ എന്താണെന്നുള്ള അറിയാമെന്നുള്ളതുകൊണ്ടാണ് പിന്നെ അതിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാണ്ടിരുന്നത് പൊസിഷൻ കൺട്രോളും സെർവോയൊക്കെ. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് എന്തെന്ന് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്രഷ്ലെസ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നുള്ളതും കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞ്, അത് സെയിം ഡ്രൈവ് തന്നെയാണ് ഇവിടെ കാണിച്ചു വെച്ചിട്ടുള്ളത്. ദർ ആർ എ ലാർജ് നമ്പർ ഓഫ് സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ദ ഇൻവേർട്ടർ ഫെഡ് ട്രപ്പിസോയിഡൽ PMAC മോട്ടോർ ആൻഡ് DC മോട്ടോർ. അപ്പോൾ ഈ ഒരു ഇൻവേർട്ടർ ഫീഡ് ചെയ്യുന്ന ട്രപ്പിസോയിഡൽ PMAC ഡ്രൈവാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതും DC മോട്ടോർ തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. ലൈക്ക് DC മോട്ടോർ വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്പീഡ്. നേരത്തെ നമ്മൾ പറഞ്ഞു DC മോട്ടറിലെ പോലെ വോൾട്ടേജ് സ്പീഡിന് പ്രൊപ്പോർഷണൽ ആണ്. ആൻഡ് ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു ആർമേച്ചർ കറന്റ്, IDക്ക് പ്രൊപ്പോർഷണൽ ആണ്. അതും കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് സ്റ്റേറ്റർ ആൻഡ് റോട്ടർ ഫീൽഡ്സ് റിമെയിൻ സ്റ്റേഷനറി വിത്ത് റെസ്പെക്ട് ടു ഈച്ച് അതർ. ഇപ്പോൾ രണ്ട് ഫീൽഡുകളും പരസ്പരം സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്ന പോലെ തോന്നും. അപ്പോൾ പക്ഷേ ഇറ്റ് ഡസ് നോട്ട് ഹാവ് ബ്രഷസ് ആൻഡ് അസോസിയേറ്റഡ് ഡിസഡ്വാൻറ്റേജസ്. ഇപ്പോൾ എല്ലാം DC മോട്ടോർ പോലെയാണ്, പക്ഷേ ബ്രഷസ് ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ബ്രഷ്ലെസ് DC മോട്ടോർ എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് ഇൻവേർട്ടർ ഫെഡ് ട്രപ്പിസോഡൽ PMAC മോട്ടോർ ഈസ് കോമൺലി നോൺ ആസ് ബ്രഷ്ലെസ് DC മോട്ടോർ. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കൺസീവ്ഡ് ആസ് ഇലക്ട്രോണിക്കലി കമ്മ്യൂട്ടേറ്റഡ് DC മോട്ടോർ. അപ്പോൾ ചിലപ്പോൾ അങ്ങനെയും പറയാറുണ്ട്. ഇപ്പോൾ ഒന്ന് ഇതാണ് എന്താ ബ്രഷ്ലെസ് DC മോട്ടോർ എന്നിനെ വിളിക്കും. എന്തിനെയാണ്? ഇൻവേർട്ടർ ഫെഡ് ട്രപ്പിസോയിഡൽ പെർമനന്റ് മാഗ്നറ്റ് AC മോട്ടോർ. ഓൾസോ ഇറ്റ് ഈസ് കൺസീവ്ഡ് ആസ് ഇലക്ട്രോണിക്കലി കമ്മ്യൂട്ടേറ്റഡ് DC മോട്ടോർ. ഇലക്ട്രോണിക്കലി കമ്മ്യൂട്ടേറ്റഡ് DC മോട്ടോർ എന്ന് പറഞ്ഞാലും ഉദ്ദേശിക്കുന്നത് ഇൻവേർട്ടർ ഫെഡ് ട്രപ്പിസോയിഡൽ PMAC മോട്ടോർ ആണ്. കാരണം ബിക്കോസ് ദ ഇൻവേർട്ടർ ഹിയർ പെർഫോംസ് ദ സെയിം ഫംഗ്ഷൻ ആസ് ദ ബ്രഷസ് ആൻഡ് കമ്മ്യൂട്ടേറ്റർ ഇൻ DC മോട്ടോർ. ഇപ്പോൾ DC മോട്ടോറിൽ ബ്രഷും കമ്മ്യൂട്ടേറ്ററും എന്താണോ ചെയ്താറുന്നത് അതേ പരിപാടി ഇവിടെ ചെയ്യുന്ന ആൾ ആരാണ്? ഈ ഇൻവേർട്ടർ ആണ്. അതായത് AC to DC ആ കൺവേർഷൻ ഉണ്ടല്ലോ DC to. അപ്പം അതുകൊണ്ട് ആണ് ഇതിനെ ഇലക്ട്രോണിക്കലി കമ്മ്യൂട്ടേറ്റഡ് DC മോട്ടോർ എന്ന് കൂടി വിളിക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. ഇനി ജസ്റ്റ് നമുക്കൊരു ലോ കോസ്റ്റ് ഡ്രൈവിൻ്റെ കേസ് പറയാവുന്നതാണ്. ലോ കോസ്റ്റ് ബ്രഷ്ലെസ് DC മോട്ടോർ ഡ്രൈവ് ആണ് പറയുന്നത്. സോ നമുക്കറിയാം ഇതിൻ്റെ ഒരുപാട് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് എന്താ പറയുക ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഷ്ലെസ് DC മോട്ടോഴ്സിൽ നമുക്ക് ഈ കൺവേർട്ടർ ഇൻവേർട്ടർ വെച്ചിട്ട് നമുക്കിതിനെ സബ്സ്റ്റൻഷ്യലി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ എൻ്റെ കൺട്രോള് സിംപ്ലറാണ്, കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ 3 phase മെഷീൻസ് ആണ് മെജോറിറ്റി ആയിട്ട് ഉപയോഗിക്കുന്നതെങ്കിലും സിംഗിൾ ഫേസും 4 phase മെഷീൻസ് ഒക്കെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ഓഫ് കൺവേർട്ടേഴ്സും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ എന്താ പറയുക ഇതിൽ തന്നെ കറണ്ട് സോഴ്സ് വെച്ചിട്ടുണ്ടാവാം, വോൾട്ടേജ് സോഴ്സ് വെച്ചിട്ടുണ്ടാവാം, എന്ത് വെച്ചിട്ട് വേണമെങ്കിലും ഉണ്ടാവാം. അപ്പോൾ അതിനനുസരിച്ച് നമുക്കിവിടെ ഇതിൻ്റെ റേറ്റിംഗ് ഒക്കെ കൊടുക്കാനും പറ്റും. ഇപ്പോൾ ഇതിൽ തൽക്കാലം നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ലോ കോസ്റ്റ് BLDC മോട്ടോർ ഡ്രൈവ് ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം 3 phase ആണ്. ഇപ്പോൾ 3 phaseകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ A-B-C എന്ന് പറഞ്ഞിട്ടുള്ള 3 phaseകളൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ നേരത്തെ പോലെ 2 ലെഗും കൂടുതൽ സ്വിച്ചസും ഒന്നും വെച്ചിട്ടൊന്നല്ല ഇവിടെ ഇപ്പോൾ ഇത് കാണിച്ചിട്ടുള്ളത്. 3 ട്രാൻസിസ്റ്റേഴ്സേ ഉള്ളൂ, TR1, TR2, TR3 എന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മളെ വൈൻഡിങ്ങുകളാണ്, ഫേസ് വൈൻഡിങ്ങുകളാണ്, അതിന് അക്രോസ് ആയിട്ട് ഡയോഡുകൾ. ഇപ്പോൾ ഇത്രേ ഇതിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. സോ 3 ട്രാൻസിസ്റ്റേഴ്സ് ആൻഡ് 3 ഡയോഡ് കൺവേർട്ടർ. ഇവിടുത്തെ കൺവേർട്ടറിൽ വെറും 3 ട്രാൻസിസ്റ്ററും 3 ഡയോഡും, മറ്റേതിൽ നമുക്ക് 6 ട്രാൻസിസ്റ്ററും 6 ഡയോഡും ഉണ്ടാകും. വിച്ച് ക്യാൻ സപ്ലൈ ഓൺലി പോസിറ്റീവ് കറൻസ് ഓർ വോൾട്ടേജസ് ടു ദ 3 മോട്ടോർ ഫേസസ്. അപ്പോൾ ഇതിന് പോസിറ്റീവ് വോൾട്ടേജും കറണ്ട് കൊടുക്കാൻ പറ്റും. ആൻഡ് ഈച്ച് ഫേസ് ഈസ് എസെൻഷ്യലി സപ്ലൈഡ് ബൈ എ ചോപ്പർ. സിംപ്ലി ഒരു ചോപ്പർ എന്നുള്ള രീതിയിൽ പറയാം അല്ലേ, ഒരു സ്വിച്ചും ഡയോഡും വരുന്നു. സ്വിച്ച് ആയിട്ടാണ് കണക്ട്, സ്വിച്ചിങ് ആണ് ഫേസിൻ്റെ.
And phase A is controlled by TR1 and D1. As you can see, TR1 and D1 അതാണ് phase A യിൽ കണക്ട് ചെയ്തിട്ടുള്ളത് അല്ലേ. ഇനിയിപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഒരു കേസ് പറയുന്നത് when TR1 is on, source VD is connected across the winding NA and rate of change of IA is positive. ഇപ്പോൾ ഈ TR1 ഓൺ ആവുന്ന നേരത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാവുന്നതാണ്. TR1 ഓൺ ആവുന്ന നേരത്ത് ഇതിവിടെ കണക്റ്റഡ് ആയിട്ട് വരും. ഈ എൻ എന്നുള്ള പോയിന്റ് ഇവിടേക്കും നമുക്ക് ഇവിടേക്കായിട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്നു. അപ്പോൾ ആ സമയത്ത് എന്താ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഐ എ പോസിറ്റീവ് ആയിരിക്കും. ഇപ്പോൾ TR1 ഓഫ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? TR1 ഈസ് ടേൺഡ് ഓഫ്, കറണ്ട് ഐ എ ഫ്രീ വീൽസ് ടു ദ ഡയോഡ്. ഇപ്പോൾ ഈ കറണ്ട് ഡയോഡിലൂടെ ഫ്രീ വീലിംഗ് നടക്കും. അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഡയോഡ് ഫ്രീ വീൽസ് ടു ദ ഡയോഡ് ആൻഡ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഐ എ ഈസ് നെഗറ്റീവ്. ദസ് ഡ്യൂറിംഗ് ദ period 0 to 120 degree, TR1 can be alternately turned on and off so that IA is made to follow the rectangular reference current IA star within the hysteresis. കാരണം മുന്നേ നമ്മൾ പറഞ്ഞ പോലെ ഹിസ്റ്റെറിസിസ് കൺട്രോൾ അതിനെ അവിടെ നടത്താൻ പറ്റും. പക്ഷേ ഇവിടെ ടോർക്ക് ഈസ് ഹാഫ് കമ്പയർഡ് ടു ദ ഡ്രൈവ് ഡിസ്കസ്ഡ് പ്രീവിയസ്ലി. കാരണം നമുക്ക് ഒരൊറ്റതേ ഉള്ളൂ, ഒറ്റ കറണ്ടിൻ്റെ ആ ഒരു ഇത് കാരണമേ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്വൈസ് ഒന്നും വരില്ല. ഇ ഇൻറ്റു ഐ എന്ന് പറയുന്നത്, ഇ ഇൻറ്റു ഐ ഡി എന്ന് പറയുന്നത് ഒരെണ്ണേ ഉള്ളൂ. പ്ലസ് മൈനസ് ഇ ഇൻറ്റു മൈനസ് ഐ ഡി എന്നുള്ള ഒരു ടേം കൂടെ വരാത്തതുകൊണ്ട് ഈ ഒരു കേസ് മാത്രമേ അതിൽ വരുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് BLDC മോട്ടോഴ്സ്, സം അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. ഇപ്പോൾ BLDC മോട്ടോഴ്സിൻ്റെ അതായത് ട്രപ്പിസോയിഡൽ PMAC മോട്ടോഴ്സിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസ് ആണ്. ദേ റിക്വയർ പ്രാക്ടിക്കലി, അഡ്വാൻറ്റേജസ് ആണ് ആദ്യം പറയുന്നത്, റിക്വയർ പ്രാക്ടിക്കലി നോ മെയിൻ്റനൻസ് ആൻഡ് ഹാവ് ലോങ്ങർ ലൈഫ്. Then they have higher reliability, low inertia and low friction, low radio frequency interference and noise. Then they have faster acceleration and can be run at much higher speeds up to 1 lakh RPM and higher. Then cooling is much better and it has higher efficiency. ഇപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് വരുന്നത്. പക്ഷേ ഒരു ചെറിയ ഡിസഡ്വാൻറ്റേജ് വേണമെങ്കിൽ പറയാം, ഹയർ കോസ്റ്റ് ആണ്, ലോ സ്റ്റാർട്ടിംഗ് ടോർക്ക് ആൻഡ് സൈസ് ആണ്. ഇതാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത്. ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ടേൺ ടേബിൾ ഡ്രൈവ്സ് ഇൻ റെക്കോർഡ് പ്ലെയേഴ്സ്, ടേപ്പ് ഡ്രൈവ്സ് ഫോർ വീഡിയോ റെക്കോർഡേഴ്സ്, സ്പിൻഡിൽ ഡ്രൈവ്സ് ഇൻ ഹാർഡ് ഡിസ്ക് ഡ്രൈവ്സ് ഫോർ computers, and low cost and low power drives in computer peripherals, then instruments and control systems. Then application in the field of aeroscope. അപ്പോൾ അതിൽ ഗൈറോസ്കോപ്പ് മോട്ടേഴ്സ്, ബയോമെഡിക്കൽ ലൈക്ക് ക്രയോജനിക് കൂളേഴ്സ്, ആർട്ടിഫിഷ്യൽ ഹാർട്ട് പമ്പ്സ് അതിലൊക്കെയും ഉപയോഗിക്കുന്നുണ്ട്. Then it is used for driving cooling fans for electronic circuits and heat sink, then pedestrian fans, electric vehicles. അപ്പോൾ ഇങ്ങനെ ഒരുപാട് അപ്ലിക്കേഷൻ, ഇലക്ട്രിക് വെഹിക്കിൾസിലൊക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് അപ്ലിക്കേഷൻ വരുന്നത് BLDC മോട്ടോഴ്സ് ആണ്. അതേപോലെ തന്നെ നമ്മളുടെ സീലിംഗ് ഫാൻസും അങ്ങനത്തെ ഫാനുകളിലെല്ലാം BLDCയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പവർ കൺസംഷൻ കുറവാണ് എന്നുള്ളതൊക്കെ തന്നെയാണ് അഡ്വാൻറ്റേജസ് വരുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക് യു.